യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇതിനടുക്ക് ഇവിടെ ചോറ്, പിന്നെ പഴത്തിൻ്റെ തോല്, പിന്നെ വെല്ലം, ഇതെല്ലാം കൂടി ഞാനിവിടെ ഇതിട്ട് വെച്ചിട്ട് കണ്ടില്ലേ. ഇത് ഞാനിപ്പോൾ അടിക്കാനാണ് തോന്നുന്നു. വെല്ലവും ചോറും എല്ലാം ഈ പരിവായിന് നല്ലോണം അലിഞ്ഞ് നല്ല പാകത്തിനായിന് കണ്ടില്ലേ. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കുന്നു, 2 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇപ്പോൾ എടുക്കുന്നുള്ളൂ, തേച്ചും എടുക്കുന്നില്ല. അതിപ്പം പിന്നെ കായ് പൂവെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, പുഴുവെല്ലാം പോകാൻ വേണ്ടിയിട്ടും പിന്നെ കായും പൂവെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ. ഈ പഴൽ ഇങ്ങനെ തോല് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഒഴിക്കുക. ഇതേപോലെ പരുവത്തിലായി, ഇതേ പരുവത്തിലായി ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് കുറച്ച് വേപ്പെണ്ണയും കൂടി അടിച്ചു കൊടുക്കുക, വേപ്പെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പുരം 1 ലിറ്റർ ഇതിൻ്റെ അകത്ത് ഇത് ഇപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടില്ല, 2 ലിറ്റർ വെള്ളം ഞാനിപ്പോൾ എടുത്തിട്ടില്ല. ഈ 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് അരിച്ചിട്ട് ഞാനിവിടെ ഒഴിക്കട്ടെ. അരിക്കാഞ്ഞാൽ തോല് ഇതിൻ്റെ അകത്തുനിന്ന് വരില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അരിക്കാഞ്ഞാലെന്നു വെച്ചാൽ ഇത് ഇതിൻ്റെ അകത്ത് പോവില്ല. അതാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അരിക്കട്ടെ. ഇത് അരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് അടിച്ചു കൊടുത്താൽ നല്ല പിന്നെ പുഴുവും എല്ലാം പോവും, വെള്ളീച്ച എല്ലാ സാധനവും പോവും. അതിനാണ് വേപ്പെണ്ണയും കൂടി കൂട്ടുന്നത്. മറ്റേത് എന്തിനാ വെച്ചാൽ പിന്നെ പൂവും കായെല്ലാം നല്ലപോലെ ഉണ്ടാവാനും വണ്ണം വെക്കാനും വേണ്ടിയിട്ടാണ് മറ്റേ ആ മരുന്ന്. ഇത് കഞ്ഞി ചോറും വെല്ലവും പഴത്തിൻ്റെ തോലും കൂടിയിട്ട് അമിഞ്ഞ് കഴിഞ്ഞ് അത് ഇനിയിപ്പം ഇത് ആക്കുന്നത്. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കണ്ടു. അതുവരെ ആയിക്കഴിഞ്ഞാൽ നല്ല പരുവത്തിലാവും. 3 ലിറ്റർ വെള്ളത്തിൽ അന്നേരം പിന്നെ അതിൻ്റെ തോതിന് എടുക്കുക. ഞാൻ അന്നേരം ഇട്ട് വെച്ചത് 3 ലിറ്റർ വെള്ളത്തിനാണ്. വെല്ലം ഇടണം, ഒരാണി വെല്ലവും കൂടി. വലിയ ആണിയാണ്, ഇപ്പോഴത്തെ ആണി വെല്ലം അങ്ങനെ തന്നെയല്ലേ, ആ വലിയ ആണിയാണ്, അതും കൂടി ഇടണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇതിങ്ങ് അരിച്ചെടുത്തിട്ടാകുമ്പോൾ ഏകദേശം സുമാർ എടുത്താൽ മതി. ഞാൻ 3 പിടി ചോറും പിന്നെ ഒരു വലിയ ആണി വെല്ലവും പിന്നെ ഒരു 2-3 പഴത്തിൻ്റെ തോലുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതാണിത്. ഇതിൻ്റെ പുറം കുറച്ച് വേപ്പെണ്ണയും കൂടി കൂട്ടിയടിക്കണം. അതെന്തിനാ വെച്ചാൽ പുഴുവോ അല്ല അണുക്കളും കീടങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇത്രപ്പോരയുണ്ട്, ഇത്രപ്പോര ഞാൻ എടുത്തിട്ടില്ല, ഇത്രപ്പോര പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളു. ഇത് 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നു. ഇതിൻ്റെ അകത്ത് കുറച്ച് വേപ്പെണ്ണി ഒഴിക്കുക. ഇത് വേപ്പെണ്ണയാണ്. ഇതും കൂടി ഒഴിക്കുക. ഒരു 5 മില്ലി, 2 ലിറ്റർ വെള്ളത്തിലേക്കാണെങ്കിൽ ഒരു 10 മില്ലി വേപ്പെണ്ണയും കൂടി ഒഴിക്കണം. ഒരു 10 മില്ലി വേപ്പെണ്ണ. ഇതൊരു 10 മില്ലി വേപ്പെണ്ണയാണ്. ഇതും കൂടി ഒഴിച്ചിട്ടാകുമ്പോൾ അടിച്ചു കൊടുക്കാം നമുക്ക്. ഇതാണ് ഇനി വേണ്ടുന്നത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളീച്ച വരെ എന്നൊക്കെ അടിയിലാകുമ്പോൾ വെള്ളീച്ച ഉണ്ടെങ്കിൽ അടിയിലേക്കൂടിയും മേലേക്കൂടിയും കൂടി അടിച്ചു കൊടുത്താൽ മതി. പൂവും കായും നല്ലപോലെ പൂവും കായും ഉണ്ടാവും, അതിനെല്ലാം നല്ലതാണ്. കണ്ടില്ലേ, ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഇതെനിയിപ്പോൾ ഇത് നല്ലൊരു നല്ലൊരു മരുന്നാണ്. ഇത് നല്ലൊരു അടിപൊളി മരുന്നാണ്. പിന്നെ പുഴുവോ മറ്റുള്ള ശല്യങ്ങളൊന്നും, കീടബാധകളോ ഒന്നും ഉണ്ടാവില്ല. നമ്മളിത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയണം. എല്ലാം ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിയണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതെല്ലാം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് അരിച്ചിട്ട് എല്ലാം കട്ടിയായി പോവും. അതാണ് ചോറ് മാത്രം ഇട്ടിട്ട് എടുക്കേണ്ടത്. ഇതിന് നമുക്കിത് അടിച്ചു കൊടുക്കാമല്ലോ.
ഞാനിപ്പോൾ തക്കാളിക്കാണ് അടിച്ചു കൊടുക്കുന്നത്. തക്കാളിക്ക് ആണ് അടിച്ചു കൊടുക്കുന്നത്. വേറെല്ലാം പോയി നോക്കട്ടെ. ഇനിയിപ്പം നമുക്കിനി ഇങ്ങോട്ട് നോക്കാമല്ലോ. തക്കാളിക്ക് അടിച്ചു കൊടുക്കാമല്ലോ. തക്കാളിയെല്ലാം കെട്ടു പോകുന്നുണ്ട്. അതെല്ലാം നമുക്കൊന്ന് നോക്കാമല്ലോ. അതിനാണ് കെട്ടു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇതാ കണ്ടല്ലോ. ഇതാ നല്ലപോലെ അടിച്ചു കൊടുത്താൽ എന്ന് വെച്ചാൽ അടിയിലതെല്ലാം ഉണങ്ങിയതെല്ലാം പറിച്ച് കളയണം. ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂവും കായും ഉണ്ടാവും. പൂവുണ്ട് എന്നാലും നമ്മളത് ശരിക്ക് അതിൻ്റെ മേലെ ചുരുളിച്ച ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം പോവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഇത് വേണ്ട, ഇല ചുരുണ്ടിട്ട് വേണ്ട. ഇതിനാണ് ഇത്. ഇതിനകത്ത് പുഴുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. പുഴു കാണുന്നില്ല. പുഴു ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം ഇതേപോലെ ഇങ്ങനെ അടിയിലും എല്ലാം ഇല വെള്ളീച്ചയോ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോയി ഇതിലൊന്നുമില്ല. എൻ്റെ അങ്ങനത്തെ ഒരു തകരാറുമില്ല. വെള്ളീച്ചയോ അങ്ങനത്തെ ഒരു സൂക്കേടും ഇല്ല. ഇതെല്ലാം ഇപ്പോൾ ഒന്നും എൻ്റെ തക്കാളിക്കൊന്നും ഒരു സൂക്കേടും ഇല്ല. ഈ ഒരു ഇല ചുരുളി വരുന്നുണ്ട്. അതിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ അടിച്ചു കൊടുത്തത്. ഈ ഇല ചുരുളുന്നുണ്ട്. അതുപോലെ അതെന്താന്ന് പുഴുവരൻ്റെ ലക്ഷണമാണെന്നോ എന്താണെന്ന് അറിയില്ല. അതിനാണ് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. കേട്ടോ, പുഴു എല്ലാറ്റിനും നല്ലതാണ്. ഇതിങ്ങനെ നല്ലോണം നോക്കിയിട്ട് അടിച്ചു കൊടുക്കണം. അല്ലേ കണ്ടില്ല എന്താണെന്നറിയാം, വീഴുന്നില്ലല്ലോ. വീഴുന്നില്ലല്ലോ. കണ്ടില്ലേ? ഇല കരിച്ചൽ, പൂക്കരിച്ചലില്ലേ? പൂക്കരിച്ചലല്ല, ഇല കരിച്ചലൊന്നും ഇല്ല. അങ്ങനെ ഇലയൊന്നും കരിച്ചലൊന്നും വന്നിട്ടില്ല. ഇല ഈ ഒരു ചുരുളിച്ച വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അകവും പുറവും ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. പുഴു ഇതെല്ലാം പോകാനും ഈ ഇല ചുരിച്ചിൽ പിന്നെ ഈ പൂക്കൾ കരിയുന്നതിന് പൂക്കരിച്ചലുണ്ട്. അതിന് വേണ്ടിയിട്ട് അന്ന് അടിച്ച് ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് കുറഞ്ഞിന് ഒന്നും കൂടി അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഇതാണ് ഇത്. ഇതെല്ലാം നല്ല ഒരു അടിപൊളി മരുന്ന് തന്നെയാണ്. ഇതെല്ലാം കാണുന്നില്ലേ എൻ്റെ തക്കാളിയും ഇതൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നില്ല. ഇലക്ക് പക്ഷേ ഇങ്ങനെ ഒരു ചുരുളിച്ച വന്നതാണ് ഇപ്പോൾ ഇവിടെ കുഴപ്പം വയ്ക്കും വന്ന്. അത് ഇത് അടിച്ചു കൊടുത്ത് നോക്കട്ടെ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്നാണ് കണക്കാക്കി. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെ അടിച്ചു കൊടുക്കാൻ. പിന്നെ ചിത്രകീടം അതെല്ലാം പോവും. ഈ ഒരു ചിത്രകീടം വരാനുണ്ട്. ഇതിൻ്റെ നടുക്കേ കൂടി വരഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോവും. ആ ഒരു ചിത്രകീടത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അത് ഇനിയില്ല. അതും ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. അതാണ് ഞാനിപ്പോൾ അതിനെല്ലാം കരിച്ചിൽ വന്ന് തുടങ്ങി. ഇതെല്ലാം മുറിച്ച് കളയാൻ, അതിന് പ്രൂണിങ് ചെയ്ത് കളയണം. അത് നാളെക്കാരം കളയാതിന്. കണ്ടില്ലേ? ആ ഇല കരിച്ചല് ഇല ഇതിൻ്റെ കായ് ഉണ്ടല്ലോ, ഇതാ ഈ കായ് കണ്ട കരിയുന്ന കണ്ട, ഈ കായ്ക്ക് ഒരു കരിച്ചൽ വരുന്നുണ്ട്. അതിനാണ് ഇതിപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് ഇതേപോലെ വന്നിട്ട് ഞാൻ ഒരിക്കൽ അടിച്ചു കൊടുത്തു. അതപ്പോൾ നോക്കുമ്പോഴേക്ക് അത് ശരിയായിനി. ഇപ്പം ആദ്യം നോക്കുമ്പോൾ ആദ്യം കരിച്ചൽ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് എങ്ങനെ ഓരോ മരുന്ന് ഓരോ ദിവസം ഓരോന്ന് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഒരു ഉപകാരത്തിനായിപ്പോവും. അതിന് വേണ്ടി ഇതെല്ലാം തേച്ചും അടിഞ്ഞു പോവുക. തക്കാളിയെല്ലാം ഒരുപാടുണ്ട്, പക്ഷെ പറ്റുകയല്ല. തക്കാളി തേച്ചും അടിഞ്ഞു പോവുന്നു. ഉപകാരത്തിനില്ലാതെ പോലെ ആവുകയും കെട്ടുപോകുമോ ഇതെല്ലോ ചെയ്യുന്നുണ്ട്. ഇത് എന്താണെന്നറിയില്ല. ഇതൊന്ന് അടിച്ചു കൊടുത്തു നോക്കാം. ഇത് കൊടുത്തിട്ട് ഗുണമുണ്ടെങ്കിൽ, ഗുണമില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യുക, വേറെ എന്തെങ്കിലും നോക്കാം. അത് കരിഞ്ഞു പോയി, മൊട്ട് കരിച്ചിൽ കണ്ട.
ഇത് കണ്ടില്ലേ, മുട്ട് കരിച്ചിൽ കണ്ടാ, മുട്ട് കരിച്ചിൽ. ഇതാണ് ഇതിൻ്റെ രോഗം കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ രോഗം ഇത് മുട്ട് കരിച്ചിൽ വേണ്ട, ഇതാണ് മുട്ട് കരിച്ചിൽ വേണ്ട, ഇത് വേണ്ട മുട്ട് കരിയും ഇതാണ് ഇതിൻ്റെ ഇത്. ഈ പൂവും മുട്ടുമായി ഇത് കരിയുന്നതിനാണ് ഞാനിപ്പോൾ ഇത് പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്തുണ്ടെന്ന് നോക്കുക. ഇനി ഒന്നും കൂടി അടിച്ച് കൊടുക്കണം. ഇത് ഇതിനിടയ്ക്ക് അടിച്ചിട്ട് ഞാൻ പിന്നെ എനിക്ക് ഇങ്ങോട്ട് അടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കുറഞ്ഞ്. ഇതിനിടയ്ക്ക് ഇതേപോലെ മുട്ട് കരിച്ചിൽ വന്നിട്ട് അടിച്ചതാണിത്. ഇത് നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്, ഇപ്പോൾ ആദ്യം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പം അടിക്കുന്നത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. നന്ദി എല്ലാ മക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.